കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനം വലിയ രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ കൂടുതൽ നടപടിയിലേക്ക് ഇല്ലെങ്കിൽ പ്രക്ഷോഭമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് അധികൃതർ പറയുന്നത്. എന്താണ് പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ്. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെക്കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അതിലൊന്നും ഭർത്താവ് ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. അത് പ്രവർത്തകന്മാർ പങ്കുവെച്ചാൽ അത് പങ്കുവെച്ചതങ്ങ് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രവർത്തകന്മാരല്ലേ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ പ്രവർത്തകർക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യുമോ? അദ്ദേഹത്തിൻ്റെ മകനോ അദ്ദേഹത്തിൻ്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുക? മനുഷ്യത്വമുള്ളവർ തന്നെ ആലോചിക്കട്ടെ. CPM അല്ല, അവർ CPM ആണ് എന്താന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിൻ്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്താ കഥ? ക്രിമിനൽ കുറ്റവും ഇല്ല. എന്താ ക്രിമിനൽ കുറ്റം? നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റം? ഒന്നുമില്ല. ഓൻ്റെ പേരിൽ കേസില്ല. പിന്നെ എന്തിനാ ഓനെ മർദ്ദിച്ചത്? എന്ത് വീഴ്ച വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടെ നേരത്തെ ആ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു എന്താ പറയുക, അതിനെക്കുറിച്ചിട്ട് അല്ല, വിഷയം പഠിച്ചിട്ടില്ല. ഒഴിവാക്കേണ്ടതായിരുന്നു. KPC പ്രസിഡന്റ് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് പാർട്ടി ചെയ്തിട്ടുണ്ട്. യൂത്ത് അത് വരും. അത് ചർച്ച നടക്കുന്നുണ്ട്. ചർച്ച നടക്കുന്നുണ്ട്. അല്ല, അത് ശരിയാണ് നിങ്ങൾ പറയുന്നത്. ആ ഒരു പോരായ്മ അടിയന്തരമായിട്ട് പരിഹരിക്കാനുള്ള നടപടിയായിട്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നുണ്ട്. അതുണ്ടാവുമല്ലോ. നമ്മളെ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങൾ നേടാൻ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അകത്ത് ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള സാവകാശമുണ്ട്. സമയം ഒത്തിരി വേണം. ആ സമയമാണ് നമ്മൾ എടുക്കുന്നത്. അല്ലല്ല, അത് അതിനൊരു ഉത്തരവാദപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സും ആത്മാർത്ഥമായ ഒരു പ്രതിബദ്ധതയുമുള്ള ഒരു നേതാവിനെ വെക്കണം ആ ആവശ്യത്തിലേക്ക്. അവരെ പരിഗണിക്കും. അത് പരിഗണിക്കുന്നുണ്ട്. എൻ്റെ പേര് ഞാൻ തന്നെയാണ് പറയേണ്ടത്. ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ കമൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ കമൻസ്. അതിന് വേറെ ഒന്നും പറയാൻ എനിക്കില്ല.